പത്തനംതിട്ടക്കാരനായ ഗോപാലകൃഷ്ണൻ, അതായത് ഇപ്പോഴത്തെ ജനപ്രിയ നായകൻ എന്ന പദവിയെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് വർഷം പിന്നിലോട്ട് പോകാം. ഏകദേശം 2000-2010 കാലഘട്ടം. മലയാളത്തിലെ രണ്ട് താരരാജാക്കന്മാരായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും തകർക്കാൻ കഴിയുന്ന രീതിയിൽ അന്നൊരാളുണ്ടായിരുന്നു. മലയാളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഹിറ്റ് മൂവീസ് മാത്രം തന്നൊരു നടൻ. പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു ജനപ്രിയ നായകൻ ദിലീപ്. മറ്റുള്ളവരുടെ സിനിമയെക്കാളും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്നത് ദിലീപിന്റെ സിനിമകളാണ്. നമ്മളെ കൂടുതൽ ചിരിപ്പിച്ച സിനിമകൾ പറയുകയാണെങ്കിൽ ഒരുപാട് തന്നെയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച സിനിമകളാണ് CID മൂസ, മീശ മാധവൻ, കല്യാണരാമൻ, തിളക്കം, വെട്ടം അങ്ങനെയുള്ളത്. 57 വയസ്സുള്ള ദിലീപ് 15 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ദിലീപ് ആദ്യമായി സിനിമയിൽ കാലെടുത്ത് വെച്ചത് മുകേഷ് നായകനായ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയിലൂടെയാണ്. ദിലീപ് പ്രധാന റോളെന്ന പദവി ലഭിച്ചിറങ്ങിയത് 1994 പുറത്തിറങ്ങിയ സുരേഷ് ഗോപി നായകനായ മാനത്തെ കൊട്ടാരം എന്ന സിനിമയിലൂടെയായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം ദിലീപിന്റെ ഗ്രാഫ് ഉയരാൻ തുടങ്ങി. ദിലീപ് സിനിമയിൽ വരുന്നതുവരെ കൊമേഡിയൻ വേഷങ്ങൾ കൂടുതലും ജയറാമിനും മുകേഷിനുമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ദിലീപിന്റെ വരവോടെ മറ്റ് രണ്ട് നടന്മാരുടെ ഗ്രാഫ് കുറയാൻ തുടങ്ങി. 2000-ന് ശേഷം മറ്റു സൂപ്പർ താരങ്ങളുടെ സിനിമകൾ കടത്തിവെട്ടി ദിലീപിന്റെ സിനിമകൾ പ്രേക്ഷകർ ആസ്വദിക്കുകയായിരുന്നു. പ്രമുഖ നടന്മാരായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയെയും കടത്തിവെട്ടി ദിലീപ് പ്രേക്ഷകരെ വളർത്തിയെടുത്തു. അതായത് ദിലീപിനെ ഫാമിലി ഓഡിയൻസും യൂത്ത് ഓഡിയൻസും കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ദിലീപിന്റെ സിനിമ ആസ്വദിച്ചിരുന്നു. 80s കിഡ്സും ആയാലും 90s കിഡ്സ് ആയാലും 2K പിള്ളേരായാലും ദിലീപിന്റെ സിനിമകൾ വെറുക്കാതെ കണ്ടുകൊണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ വെട്ടമാണ്. ഇതുകൂടാതെ ദിലീപിന്റെ ആ സമയത്ത് ഇറങ്ങിയ എല്ലാ സിനിമകൾക്കും റിപ്പീറ്റ് വാല്യൂ കൂടുതലായിരുന്നു. ദിലീപ് ജീവിച്ചഭിനയിച്ച സിനിമകളാണ് ചാന്ത് പൊട്ട്, ചക്കരമുത്ത്, തിളക്കം എന്നിങ്ങനെയുള്ള സിനിമകൾ. മലയാളം ഇൻഡസ്ട്രിയിൽ ആരും ചെയ്യാൻ മടിക്കുന്ന സിനിമകൾ ചെയ്തത് ദിലീപ് തന്നെയായിരുന്നു. അതിന് ഉദാഹരണമാണ് 2023 ഇറങ്ങിയ കേശു ഈവിന്റെ നാഥൻ എന്ന സിനിമ. 2016 ദിലീപ് നല്ല പോലെ താഴാൻ തുടങ്ങി. അതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഇഷ്യൂ കാരണം നെഗറ്റീവ് വന്ന സിനിമകളാണ് വോയിസ് ഓഫ് സത്യനാഥൻ, കേശു ഈവിന്റെ നാഥൻ, പ്രിൻസ് ആൻഡ് ഫാമിലി എന്നിവ. 2025 ഇറങ്ങാൻ പോകുന്ന ഞാൻ ഏറെ പ്രതീക്ഷിക്കുന്നതുമായ ഒരു സിനിമയാണ് ബ. എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ ദിലീപ് ഉറപ്പായിട്ടും ഒരു തിരിച്ചു വരവോടെ ആയിരിക്കും ഈ സിനിമയിലൂടെ ദിലീപ് വരുന്നത്.